മനുഷ്യൻ എത്രമാത്രം പരിമിതികൾ ഉള്ളവനും നിസ്സഹായനും ആണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ചിലർ ചിന്തിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ട്, കഴിവുകൊണ്ട്, ആവേശം കൊണ്ട്, ഉത്സാഹം കൊണ്ട് ഒക്കെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും എന്നാണ്. എന്നാൽ ആ ധാരണ തികച്ചും തെറ്റാണെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ദൈവാശ്രയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ള സത്യം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ ഉള്ള വചനങ്ങളിൽ, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവൻ യേശുവിനോട്, കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ പരിമിതിയും നിസ്സഹായതയും ബോധ്യപ്പെടുത്തുവാനാണ് യേശു ശ്രമിച്ചത്. പ്രത്യേകിച്ച് പത്രോസിനോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ വലിയ സത്യം പത്രോസ് ഉൾക്കൊള്ളേണ്ടതായിരുന്നു. താൻ എത്രമാത്രം ബലഹീനനും തൻ്റെ ശത്രു തന്നെ നിലംപരിചാക്കുവാൻ വേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്നും ഉള്ള തിരിച്ചറിവിൽ കൂടുതൽ ദൈവാശ്രയവും ദൈവത്തോട് ചേർന്ന് താഴ്മയോടെ ജീവിക്കുവാൻ തീരുമാനവും എടുക്കേണ്ടവനായിരുന്നു പത്രോസ്. എന്നാൽ ഈ കാര്യം യേശു പറഞ്ഞപ്പോൾ, ഏത് കാര്യം? സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മറുപടി, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, താൻ തന്നിൽ തന്നെ ശക്തൻ ആകുന്നു എന്ന് ചിന്തിക്കുകയാണ്. മരിക്കാനും തടവിലാകാനും ഒക്കെ താൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുക. എന്നാൽ തൻ്റെ തീരുമാനത്തിന് ദൈവകൃപ വ്യാപരിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ, താനെടുത്ത തീരുമാനത്തിന് ഒരു നിലനിൽപ്പുമില്ല എന്നുള്ള സത്യം താൻ തിരിച്ചറിയാതെ പോവുകയാണ്. ഇന്നും അങ്ങനെയുള്ള അനേക സംഭവങ്ങൾ നടക്കുന്നു. നാം എടുക്കുന്ന, ആവേശത്തോടെ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ പരിമിതികളും നിസ്സഹായതകളും മനസ്സിലാക്കാതെ എടുക്കുന്നത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനോ കൂടുതൽ താഴ്മയോടെ ദൈവാശ്രയത്തോടെ ജീവിക്കുവാനോ കഴിയാതെ പോകുന്നു. എനിക്ക് കഴിയും, ഞാൻ എല്ലാത്തിനും ഒരുക്കമുള്ളവനാണ്, മരിക്കാനും ഒരുക്കമുള്ളവനാണ്, തടവിലാകുവാനും ഞാൻ ഒരുക്കമുള്ളവനാണ്, എൻ്റെ തീരുമാനം ഉറച്ചതാണ്. പക്ഷേ പത്രോസ് എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കുവാൻ പത്രോസിന് കഴിയാതെ പോയി. അത്രയേ ഉള്ളൂ പത്രോസിൻ്റെയും നമ്മുടെയും ഒക്കെ തീരുമാനത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും പ്രാർത്ഥനാ നിരതരായി നമ്മുടെ കർമ്മമേഖലകളിലേക്ക് പോകണം എന്നുള്ളതാണ്. യേശുക്രിസ്തു നമ്മെ എത്രമാത്രം സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ, നമ്മെ എത്രമാത്രം കരുതുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന നമുക്കവിടെ വ്യക്തമാകുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആർക്കു വേണ്ടി? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിച്ചവർക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനം 7-25
പറയുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ അവര് ആരാകുന്നു? താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ക്രിസ്തുയേശുവിൽ കൂടി ദൈവസന്നിധിയിലേക്ക് വരുന്നത് ആരാണെങ്കിലും അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ പ്രാപ്തനാകുന്നു എന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഇടയാകട്ടെ. യോഹന്നാൻ 6:39 നാം ഇങ്ങനെയാണ് കാണുന്നത്: എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നതാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. യേശു പറയുകയാണ്, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. എനിക്ക് തന്നവർ, അതായത് എൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർ, അതിലൊരാളെപ്പോലും നഷ്ടപ്പെടുത്തി കളയാതെ അവരെല്ലാവരും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പരിമിതികളും നിസ്സഹായതകളും ഞങ്ങൾ മനസ്സിലാക്കി തന്ന പല സന്ദർഭങ്ങളുണ്ടെങ്കിലും പലപ്പോഴും അത് മറന്നുപോയിട്ട് സ്വയാശ്രയക്കാരായി ജീവിക്കുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നു. അതിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.